പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി കേരളത്തിൽ നിന്നുള്ള BJP കൌൺസിലർമാരുടെ സംഘം. കേരളത്തിലെ സാധ്യതകൾ കൌൺസിലർമാർക്ക് മോദി വിശദീകരിച്ച് നൽകി. 2 മണിക്കൂർ നേരം കൂടിക്കാഴ്ച നീണ്ടു. സാധാരണക്കാർക്കൊപ്പം ചേർന്ന് പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ കൌൺസിലർമാർക്ക് നൽകിയത്. ഓരോ പ്രവർത്തകരോടും വിശദമായി സംസാരിച്ചു. കേരളത്തിലെ സാധ്യതകൾ ഓരോന്നായി വിശദീകരിച്ചു. ജനങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കണമെന്നും കൌൺസിലർമാരോട് ഉപദേശിച്ചു. വരും കാലങ്ങളിൽ BJP കേരളത്തിൽ കൂടുതൽ വളരുമെന്നും മോദി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നേടിയ വിജയം നിസാരമായി കാണരുത്. മികച്ച വിജയമാണ് നേടിയത്. അതുകൊണ്ടാണ് അംഗങ്ങളെ ഡൽഹിയിലേക്ക് വിളിച്ചത്. ജനങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കണം. ചിട്ടയായും പടിപടിയായും പ്രവർത്തിച്ച് മുന്നോട്ടു പോകണം. കേരളത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ചർച്ച ചെയ്തു. കേരളത്തിൽ ജനങ്ങൾക്ക് LDF UDF മുന്നണികളെ മടുത്തു. BJP ജനപ്രതിനിധികൾ താഴെത്തട്ടിലുള്ളവർക്കായി പ്രവർത്തിക്കും. വരും കാലങ്ങളിൽ BJP കേരളത്തിൽ കൂടുതൽ വളരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നേരത്തെ പാർലമെന്റിലെത്തിയ അംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉപഹാരങ്ങൾ നൽകി സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിമാരും അഭിനന്ദിച്ചു. രാവിലെ പാർട്ടി ആസ്ഥാനത്ത് നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടർ കേരളത്തിൽ നിന്നുള്ള സംഘത്തിന് കേന്ദ്ര പദ്ധതികൾ വിശദീകരിച്ചു നൽകിയിരുന്നു. പ്രധാനമന്ത്രി കേരളത്തിലെ സാധ്യതകൾ വിശദീകരിച്ചുവെന്നും പ്രവർത്തിക്കാനുള്ള മാർഗനിർദ്ദേശം നൽകിയെന്നും മേയർ VV രാജേഷും പറഞ്ഞു. ഓരോ പ്രവർത്തകരോടും വിശദമായി സംസാരിച്ചു. 1.5 മണിക്കൂറാണ് സംസാരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മോദി എത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.